ക്യാൻസർ ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് കിടപ്പാണ് മാനന്തവാടി പോത്തുമൂലയിലെ മല്ല. അതിജീവനത്തിന് വേണ്ട മരുന്നോ സാന്ത്വന ചികിത്സകളോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നുമില്ല. പോത്തുമൂല അടിയ കോളനിയിലെ മല്ല എന്ന 43-കാരി ക്യാൻസർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. ചെറിയ കൂരയിലെ ഇരുണ്ടുമുറിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ് മല്ല. കാറ്റും വെളിച്ചവും കടക്കാൻ മടിക്കുന്ന ഈ മുറിയിലേക്ക് ആശ്വാസവാക്കുകളോ സഹായങ്ങളോ ആയി ആരും എത്താറില്ല. കിടക്കാൻ കട്ടിലില്ലാതെ കീറപ്പായൽ ചുരുണ്ടുകൂടുന്ന മല്ലയ്ക്ക് മരുന്ന് മുടങ്ങിയിട്ട് നാളുകളായി. ബന്ധുക്കൾ വല്ലപ്പോഴും എത്തി ലഘുഭക്ഷണവും മരുന്നും നൽകും. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി 1 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞു. കൂടെ നിൽക്കാൻ ആളില്ലാതെ വന്നതോടെ വീട്ടിലേക്ക് മടങ്ങി. നാട്ടിലെ വൈദ്യർ നൽകിയ പച്ചമരുന്നാണ് മല്ലയ്ക്ക് നേരിയ ആശ്വാസം നൽകുന്നത്. $20 കിലോ അരിയും 500 രൂപയും നൽകി ട്രൈബൽ വകുപ്പ് ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകുകയും ചെയ്തു. അത് ആദ്യം മുതലുണ്ടായിരുന്നു. ആദ്യം മുതലുണ്ടായിട്ട് അവർ കാണിച്ചിട്ടില്ല. ഞങ്ങളോട് ഒരാളോടും പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന ദിവസം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഒരു കുപ്പി മരുന്നും ഓളെ വയറ്റിലേക്ക് കയറ്റിയപ്പോഴാണ് ആ മുടിയൊക്കെ തൊഴിഞ്ഞു പോയത്. അതിവിടെ വന്നിട്ട് പിന്നൊന്നുമില്ല, കുടിക്കാനൊന്നും കൊടുത്തിട്ടില്ല. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജനിച്ച മല്ലയ്ക്ക് ദുരന്തങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ബാല്യകാലം മുതൽ കൃഷിയിടങ്ങളിൽ കൂലിവേലയ്ക്ക് പോകേണ്ടി വന്ന മല്ലയെ ഒരു യുവാവ് വഞ്ചിച്ചു. പിന്നീട് അവിവാഹിത അമ്മ എന്ന ദുഷ്പേരിൽ ജീവിക്കാനായിരുന്നു ഇവരുടെ വിധി. മാതാപിതാക്കൾ മാത്രമായിരുന്നു പിന്നീട് ആശ്രയം. ഇരുവരും മരിച്ചതോടെ മല്ലയുടെ ജീവിതം തീർത്തും ദുരിതമയമായി. ജന്മനാ രോഗിയായ മകൻ ബാബുവിന്റെ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി കൂലിവേലയ്ക്ക് പോകുമ്പോഴാണ് മല്ലയെ ക്യാൻസർ പിടികൂടുന്നത്. ആദ്യമൊന്നും ചികിത്സ തേടാൻ തയ്യാറാവാതിരുന്ന ഇവരെ രോഗം വ്യാപിച്ച ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ ജില്ലാ ആശുപത്രിയിൽ 4 ദിവസം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ കാര്യ ചികിത്സ നടത്തിയിട്ടില്ല. പിന്നെ അവളെ രക്തമൊന്നും പരിശോധിച്ചെന്നുള്ളൂ. അത് കൊണ്ടുപോയിട്ട് പരിശോധിച്ചു. അത് മാത്രമേ അത്രയും ഞാൻ അറിയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ പച്ചമരുന്ന് നമ്മൾ അറിയും പോലെയുള്ള മരുന്നുകൾ പച്ചമരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭേദമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കിടപ്പിൽ തന്നെ. ഒറ്റപ്പെട്ട ഒരു കേസല്ലിത്. മലനിരകളിലെ വനാന്തരങ്ങളിലെ മിക്ക ആദിവാസി ഊരുകളിലും മല്ലമാർ ഒട്ടേറെയുണ്ട്. പക്ഷേ NGOകളോ സർക്കാർ ഏജൻസികളോ ഇവിടങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ലെന്നത് ആശ്ചര്യകരമാണ്. ആദിവാസികൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുമ്പോഴും മല്ലയ്ക്ക് ഇത്തരം സഹായമൊന്നും വേണ്ട വിധം ലഭിച്ചിട്ടില്ല. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലെ കാപ്പിക്കുരു നാട്ടിലെ കച്ചവടക്കാരന് പണയപ്പെടുത്തിയാണ് മല്ലയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള തുക ബന്ധുക്കൾ കണ്ടെത്തിയത്. ഇത് വീട്ടുകാരൊക്കെ മേടിച്ച പൈസ, കട മേടിച്ച അതിന് കാപ്പി ഇനി കൊടുക്കണം. അടുത്തുള്ളവരൊക്കെ കട വാങ്ങിയത് മണി ഇനി കാപ്പി കൊടുക്കണം കടത്തിന്. ക്യാൻസർ രോഗികൾക്ക് നൽകാറുള്ള മറ്റു വൈദ്യസഹായമോ സാന്ത്വന ചികിത്സയോ ഇവർക്ക് ലഭിച്ചിട്ടില്ല. വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളനിയിലെ താമസക്കാരിൽ പലർക്കും മല്ലയുടെ രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് ബോധ്യമില്ല. രോഗിയായ മകൻ ബാബു അയൽവാസികളുടെ കന്നുകാലിയെ മേയ്ക്കാനായി കാട്ടിൽ പോവുകയാണ്. ഒരു മോനേ ഉള്ളൂ. ഒരു മോനെ പിന്നെ കാര്യം നമ്മളെ പോലെ അധ്വാനിക്കൊന്നും കഴിയില്ല. പുറത്തൊരു കുരു പോലുള്ളത് കൊണ്ട് അധ്വാനിക്കണം. മോനെ അവിടെ ഇവിടെ ഒരു പശുവുണ്ട്, അതിനെ മേച്ച് നടക്കണം. അവരെന്തോ ഒരു കൊല്ലം കൂടുമ്പോൾ ശമ്പളം, ഒരു ചെറിയ 1000-500 റുപ്യ ശമ്പളം കൊടുക്കുന്നില്ല ഇവിടുത്തെ പ്രകാശ് മാഷ്. വനാതിർത്തികളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുമുള്ള കോളനികളിൽ മല്ലയുടേതിന് സമാനമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ഒട്ടേറെ രോഗികളുണ്ട്. ഉറ്റ ബന്ധുക്കളില്ലാത്തവരും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരുമാണ് വേദന സഹിച്ചും കുടിലുകളിൽ കഴിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആദിവാസികളുടെ പ്രശ്നങ്ങൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പഞ്ചായത്ത് തോറും
ട്രൈബൽ പ്രൊമോട്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ട്രൈബൽ വകുപ്പിലെ മറ്റു ജോലികൾ മൂലം പലപ്പോഴും രോഗികൾക്ക് ഇവരുടെ സേവനം ലഭിക്കുന്നില്ല. ഒരു രോഗിക്ക് പരമാവധി 500 രൂപയാണ് ട്രൈബൽ വകുപ്പ് അനുവദിക്കുന്നത്. രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് കൂടുതൽ തുക അനുവദിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. വയനാട് ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ഒക്കെ ആദിവാസികളെ നോക്കാനും അവരുടെ അസുഖം ശ്രദ്ധിക്കുവാനും ഒരു പഞ്ചായത്തിൽ 10-ൽ കൂടുതൽ ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. 20 വരെ ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവരെയൊന്നും ആശുപത്രികളിൽ വേണ്ട വിധം വിനിയോഗിക്കാതെ ട്രൈബൽ ഓഫീസർമാരുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് വയനാട് ജില്ലയിൽ ട്രൈബൽ പ്രൊമോട്ടേഴ്സിനെ ഉപയോഗിക്കുന്നത്. അവരെ ആദിവാസി കോളനികളിൽ ചെന്ന് അസുഖമുള്ളവരെ കണ്ടെത്തി അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന പണിക്ക് വിടാതെ ഇവരുടെ ജോലി ഭാരം കുറച്ചുകൊണ്ട് ഓഫീസുകളിൽ തളച്ചിടേണ്ട ഒരു സംവിധാനമുള്ളത്. ആദിവാസികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വിവിധ പദ്ധതികൾ വഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ വർഷാവർഷം ചെലവിടുന്നുണ്ട്. ആദിവാസി ക്ഷേമത്തിനെന്ന പേരിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും ഈ മേഖലയിൽ വൻതുക ചെലവിടുന്നതായി അവകാശപ്പെടുന്നു. എന്നാൽ ഇതിന്റെ നേട്ടമൊന്നും കോളനികളിലെങ്ങും കാണാനില്ല. വയനാട്ടിലെ ആദിവാസികളുടെ ശരാശരി ആയുർദൈർഘ്യം 40 വയസ്സ് മാത്രമാണെന്ന് കണ്ടെത്തിയിട്ട് അധികകാലമായിട്ടില്ല. മുഖ്യധാര ദളിത് പ്രസ്ഥാനങ്ങൾ പോലും ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ രംഗത്തെത്തിയിട്ടില്ല. മല്ലയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ ബന്ധപ്പെടുക. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം: ദി പ്രൊഡ്യൂസർ, കാഴ്ച, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ. പിൻ 688534. kaazha@manorama.news.com എന്ന ഇമെയിൽ മേൽവിലാസത്തിലും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കാഴ്ചയുടെ പഴയ എപ്പിസോഡുകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റായ manorama.news.com ലഭ്യമാണ്. പ്രശസ്ത നാടക പ്രവർത്തകൻ സുരാസുവിന്റെ ഭാര്യ അമ്മുവേടത്തി അത്യാസന്ന നിലയിൽ കിടപ്പിലാണെന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചിരുന്നു. കാഴ്ചയുടെ സഹായനിധിയിലേക്ക് ഖത്തർ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കമ്പനിയിലെ മലയാളി സുഹൃത്തുക്കൾ അയച്ചു തന്ന 10,000 രൂപ ഞങ്ങൾ അമ്മുവേടത്തിക്ക് കൈമാറുകയുണ്ടായി. പലരും കത്തുകളും ധനസഹായങ്ങളും അയച്ചു തരികയുണ്ടായി. ഏവർക്കും നന്ദി. ഈ ആഴ്ചത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.